Dear students, we are discussing dividend decision, and today's topic is different dividend policies and also the determinants, the factors determining dividend decision. There are different dividend policies. Mainly it is classified into four. First one is regular dividend policy. Regular dividend policy means dividends are paid at usual rate, regular ആയി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എല്ലാ വർഷവും ഒരു പെർട്ടിക്കുലർ റേറ്റിൽ അല്ലെ, ഫിക്സഡ് ആവണമെന്നില്ല, ഏകദേശം റെഗുലറായി എല്ലാ വർഷവും കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് റെഗുലർ ഡിവിഡൻഡ് പോളിസി. റെഗുലർ ഡിവിഡൻഡ് പോളിസിക്ക് ഇമ്പോർട്ടൻസ് നൽകുന്നത് റെഗുലർലി കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്, റേറ്റിലല്ല. റേറ്റ് ഒരേപോലെ ആയിക്കൊള്ളണം എന്നില്ല. സെക്കൻഡ് വൺ ഈസ് സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി. സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി എന്ന് പറയുമ്പോൾ ഡിവിഡൻഡ് ഈസ് സ്റ്റേബിൾ. പീരീഡിനല്ല ഇമ്പോർട്ടൻസ്, എമൗണ്ടിനോ റേറ്റിനോ ഒക്കെയാണ്. സ്റ്റേബിൾ ആയിരിക്കും ഡിവിഡൻഡ് എങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി. സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി മേ ബി ത്രീ കാറ്റഗറീസ്. ഫസ്റ്റ് വൺ കോൺസ്റ്റൻറ്റ് ഡിവിഡൻഡ് പെർ ഷെയർ. ഒരു ഷെയറിന് ഇത്ര രൂപ വെച്ചുകൊണ്ട് എല്ലാ വർഷവും കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് ഡിവിഡൻഡ് പെർ ഷെയർ. സെക്കൻഡ് വൺ ഈസ് കോൺസ്റ്റൻറ്റ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ, DP റേഷ്യോ. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ, നമ്മുടെ ഏർണിങ്സ് പെർ ഷെയറിൻ്റെ 30% ഡിവിഡൻഡ് കൊടുക്കാൻ എല്ലാ വർഷവും തീരുമാനിക്കുകയാണെങ്കിൽ ആ DP റേഷ്യോ എന്ന് പറയുന്നത് 30%. അത് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഇതാണ് കോൺസ്റ്റൻറ്റ് DP റേഷ്യോ. ആൻഡ് തേർഡ് വൺ ഈസ് സ്റ്റേബിൾ ഡിവിഡൻഡ് പ്ലസ് എക്സ്ട്രാ ഡിവിഡൻഡ്. എല്ലാ വർഷവും ഒരു പെർട്ടിക്കുലർ ഡിവിഡൻഡ് കൊടുക്കുക, പ്ലസ് അതിൻ്റെ കൂടെ ലാഭത്തിനനുസരിച്ച് എക്സ്ട്രാ കൊടുക്കുക. ഓക്കെ, ദെൻ ദ തേർഡ് ഡിവിഡൻഡ് പോളിസി ഈസ് ഇറഗുലർ ഡിവിഡൻഡ് പോളിസി. റെഗുലറായി കൊടുക്കാതിരിക്കുക. ദെൻ ഫോർത്ത് വൺ ഈസ് നോ ഡിവിഡൻഡ് പോളിസി. നോ ഡിവിഡൻഡ് പോളിസി മീൻസ് നോട്ട് ഗിവിങ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് തീരെ കൊടുക്കാതിരിക്കുക. സോ ഫസ്റ്റ് വൺ ഈസ് റെഗുലർ ഡിവിഡൻഡ് പോളിസി. വി വിൽ മേക്ക് റെഗുലർ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് അറ്റ് എ യൂഷ്വൽ റേറ്റ്. ഇറ്റ് വിൽ ബി പോസിബിൾ ബൈ കമ്പനീസ് വിത്ത് സ്റ്റേബിൾ ഏർണിങ്സ്. അല്ലെ, സ്ഥിരമായി ലാഭം ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് റെഗുലർ ഡിവിഡൻഡ് പോളിസി ഫോളോ ചെയ്യാവുന്നതാണ്. There are different advantages of regular dividend policy. Regular dividend പോളിസിയുടെ ബെനിഫിറ്റ്സ് പറയാൻ പറ്റുക, ഇറ്റ് എസ്റ്റാബ്ലിഷസ് എ പ്രോഫിറ്റ് റെക്കോർഡ് ഓഫ് ദ കമ്പനി. ഇറ്റ് ക്രിയേറ്റ്സ് കോൺഫിഡൻസ് among the shareholders. It help in long term financing and renders financing easier. അല്ലേ, ലോങ് ടേം ഫണ്ട് റേസ് ചെയ്യാൻ കമ്പനിയെ സഹായിക്കും. കാരണം റെഗുലറായി ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനിയാണ്, സൗണ്ട്, ഫിനാൻഷ്യലി സൗണ്ട് എന്ന് കാണിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിനാൻസിങ് വളരെ ഈസി ആയിരിക്കാം. ഇറ്റ് സ്റ്റെബിലൈസ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർ ബിക്കോസ് വി ആർ ഗിവിങ് റെഗുലർ ഡിവിഡൻഡ്. സോ അവർ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർ വിൽ ബി സ്റ്റെബിലൈസ്ഡ്. ഇറ്റ് ഗീവ്സ് ദ ഷെയർ ഹോൾഡേഴ്സ് എ സോഴ്സ് ഓഫ് ഫണ്ട് ടു മീറ്റ് ദെയർ ഡേ ടു ഡേ ലിവിങ് എക്സ്പെൻസസ്. ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ഇൻ കേസ് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻവെസ്റ്റേഴ്സ്. അല്ലേ, സ്മോൾ സ്കെയിൽ ഷെയർ ഹോൾഡേഴ്സിന് ഒരു ഡേ ടു ഡേ ഓപ്പറേഷൻസ്, ലിവിങ് എക്സ്പെൻസിനുള്ളൊരു ഫണ്ട് എന്ന രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നു. ഇറ്റ് റെഡ്യൂസ് ഹൈ ടാക്സ് റേറ്റ് ഓൺ ദ ഇയർ വെൻ ദ അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ്. നമ്മൾ സ്ഥിരമായി റെഗുലറായി ഡിവിഡൻഡ് കൊടുക്കാതെ എല്ലാം കൂടി ഒന്നിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിൽ ഷെയർ ഹോൾഡേഴ്സിന് വലിയ ടാക്സ് ബേർഡൻ വരും, കാരണം വലിയ എമൗണ്ട് വരികയാണ്. അതേസമയം നമ്മൾ ചെറിയ എമൗണ്ടുകൾ കൊടുക്കുമ്പോൾ ടാക്സ് റേറ്റ് സ്ലാബ് വളരെ ചെറുതാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ടാക്സ് ബേർഡൻ കുറക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ദീസ് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് റെഗുലർ ഡിവിഡൻഡ് പോളിസി. സെക്കൻഡ് വൺ ഈസ് സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി. വി ഹാവ് already mentioned, we are giving a constant amount of dividend regularly. It may be constant dividend per share, constant DP ratio and stable dividend plus extra dividend. These are the advantages of stable dividend policy. It is a sign of continued normal operation of the company. Continued normal ഓപ്പറേഷൻ്റെ ഒരു സിമ്പിളാണ്. ഓട്ടോമാറ്റിക്കലി അല്ലേ, അത് സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ റിഫ്ലക്റ്റ് ചെയ്യും, ഷെയർ വാല്യൂവിൽ റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, സെക്കൻഡ്, ഇറ്റ് സ്റ്റെബിലൈസസ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർ. സ്റ്റേബിൾ ഡിവിഡൻ്റ് ആണ്, മാർക്കറ്റ് വാല്യൂ ക്യാൻ ഓൾസോ ബി സ്റ്റെബിലൈസ്ഡ്. ഇറ്റ് ക്രിയേറ്റ്സ് കോൺഫിഡൻസ് among the investors. Then it provides a source of livelihood to the small scale investors. Then it serves institutional investors preferring stable dividend. അല്ലേ, സ്റ്റേബിൾ ഡിവിഡൻഡ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരിക്കാം, അവർക്കും ഇത് തന്നെയാണ് നല്ലത്. Then next, it improves
the credit standing and makes financing easier. Credit worthiness improve ചെയ്യുന്നു, ഫണ്ട് റേസ് ചെയ്യാൻ കമ്പനിക്ക് എളുപ്പമായിരിക്കും. ഇറ്റ് ക്രിയേറ്റ്സ് ദ കണ്ടിന്യൂഡ് ഫ്ലോ ടു ദി നാഷണൽ ഇൻകം. ദെൻ ഇറഗുലർ ഡിവിഡൻഡ് പോളിസി, റെഗുലറായി കൊടുക്കാതിരിക്കുക. ഇറ്റ് ഈസ് ഫോളോഡ് ഇൻ സർട്ടൈൻ സിറ്റുവേഷൻസ് ജസ്റ്റ് ലൈക്ക് അൺസർട്ടൈനിറ്റി ഓഫ് ഏർണിങ്സ്. കമ്പനിയുടെ ഏർണിങ്സ് സർട്ടൈൻ അല്ലെങ്കിൽ റെഗുലറായി കൊടുക്കാൻ പറ്റില്ല. ദെൻ അൺസക്സസ്ഫുൾ ബിസിനസ് ഓപ്പറേഷൻസ്, ചില ബിസിനസ് ഓപ്പറേഷൻസ് സക്സസ്ഫുൾ അല്ലാതായിട്ട് മാറുക. ദെൻ നെക്സ്റ്റ് ലാക്ക് ഓഫ് ലിക്വിഡ് റിസോഴ്സസ്, ഫിയർ ഓഫ് അഡ്വേഴ്സ് ഇഫക്റ്റ് ഓഫ് റെഗുലർ ഡിവിഡൻഡ് ഓൺ ദ ഫിനാൻഷ്യൽ സ്റ്റാൻഡിംഗ് ഓഫ് ദ കമ്പനി. The next one is no dividend policy. A company may follow policy of paying no dividend because of its unfavorable working capital position. It may be on account of requirement of fund for future expansion, future growth, etc. These are the 4 types of dividend policies. Next topic that we will discuss is determinants of dividend decision. Determinants means the factors influencing dividend decision. What are the factors to be considered at the time of taking dividend decision by the financial manager? The important considerations are, first one is legal restrictions. There may be a lot of legal restrictions with regard to dividend. For example, a company cannot make payment of dividend without providing depreciation. One provision. A company cannot make dividend out of capital gains. അല്ലേ, ക്യാപിറ്റൽ പ്രോഫിറ്റുകൾ, ചില ടൈപ്പ് ഓഫ് റവന്യൂ പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കേണ്ടത്. ചില പ്രോഫിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റില്ല. ദർ ആർ എ ലോട്ട് ഓഫ് റെസ്ട്രിക്ഷൻസ്. Dividend cannot be paid out of capital. So there are different legal restrictions regarding to payment of dividend. This is one factor. നമ്മൾ ഡിവിഡൻഡ് ഡിസിഷൻ എടുക്കുമ്പോൾ ഈ ലീഗൽ അല്ലേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വയലേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കേണ്ടതുണ്ട്. സെക്കൻഡ് വൺ ഈസ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ട്രെൻഡ് ഓഫ് ഏർണിങ്സ്. അല്ലേ, വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ഏർണിങ്സ്, വാട്ട് ഈസ് ദ ട്രെൻഡ് ഓഫ് ഏർണിങ്സ്. നമ്മുടെ ലാഭം ഇൻക്രീസിങ് ട്രെൻഡാണോ ഡിക്രീസിങ് ട്രെൻഡാണോ, ഹൈ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഉണ്ടോ ലോ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഉണ്ടോ, ദീസ് ആർ ടു ബി കൺസിഡേർഡ്. തേർഡ് വൺ ഈസ് ഡിസയർ ആൻഡ് ടൈപ്പ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ആഗ്രഹം, അവരുടെ ടൈപ്പ്, വെദർ ദേ ആർ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഓർ ലാർജ് സ്കെയിൽ ഇൻവെസ്റ്റേഴ്സ്, whether they are personal investors or institutional investors, whether they are persons requiring regular dividend or a capital gain. All these are to be considered. What is the tax slab of the investors? Investors business class ആണോ അല്ലെങ്കിൽ ലോ ഇൻകം പീപ്പിൾ ആണോ, ടാക്സ് സ്ലാബ് ഹൈ ഉള്ളവരാണോ ലോ ഉള്ളവരാണോ, ഇങ്ങനെ വി ഹാവ് ടു കൺസിഡർ ദ ടൈപ്പ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ദ ഡിസയർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. Some shareholders may be expecting regular dividends. Some shareholders may be expecting capital gain. They will not expect cash dividend. So we have to consider the shareholders. The nature of the industry. What type of industry we are dealing. അല്ലേ, ഒരു പ്രോസ്പിരിറ്റി ഉള്ള കമ്പനിയാണോ പ്രോസ്പിരിറ്റി ഇല്ലാത്ത കമ്പനിയാണോ, we have to consider that. Then age of the company. Age means the number of years of experience of the company. ഓക്കെ, പഴയ കമ്പനിയാണോ പുതിയ കമ്പനിയാണോ. ഇൻ കേസ് ഓഫ് എ ന്യൂ കമ്പനി ദേ ഹാവ് ടു ഗെറ്റ് മോർ റിസോഴ്സസ് ഫോർ എക്സ്പാൻഡിങ് ദെയർ ബിസിനസ്. സോ സച്ച് കമ്പനി കനോട്ട് മേക്ക് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ്. വെറാസ് ആൻ എക്സിസ്റ്റിംഗ് കമ്പനി വിത്ത് എ ലോട്ട് ഓഫ് എക്സ്പീരിയൻസ്, ഇറ്റ് ഹാസ് ഓൾറെഡി എക്സ്പാൻഡഡ്, ദെൻ ദേ ക്യാൻ stabilize their share price by giving cash dividends. Then next, future financial requirements. If a company requires future fund for their expansion purpose, for example, then they have to give lesser dividend and they have to retain it as retained earnings. But if there is no future financial requirement, there is no such investment opportunity, then it is better to give as dividend. Then economic policy of the government. What is the economic policy of the government? Whether they are promoting expansion, whether they are promoting dividend payment, or whether they are promoting investors, etc. are to be considered. The next, taxation policy of the government. What is the tax slab on cash dividend? What is the tax slab on the capital gain? We have to consider all these things. Then inflation rate. We know if there is inflation,
there may be a lot of transactions happening, then we require more fund for the future operations. We will be able to make more profits by doing more and more operations. So in such case, it is better to retain and use the profit for the purpose of business itself. Better not to give dividends. The next, control objectives. Whether we have to control the management of the company or not. For example, if we are giving the fund to the shareholders and buying back the shares, then we can get some people out of the company and we can retain the control. In that situation, it is better not to give dividend but to use the fund for a redemption of share capital or repayment of share capital, buyback of shares. Such kind of things are to be considered. Then requirements of institutional investors are to be considered. Then stability of dividends, whether we want to give stable dividend or not. Then next factor is availability of liquid resources. Even if the company is sound, sometimes there may be liquidity problem. In that situation, it is better not to give dividend. So liquid resources availability is another factor. So these are the factors to be considered, which is called determinants of dividend decision. Okay, thank you very much.